നമസ്കാരം. സംസ്ഥാനത്ത് പരക്കെ അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആന്ധ്ര ഒഡീഷ തീരത്ത് കനത്ത ജാഗ്രതയാണ്. കാരണം മോന്ത ചുഴലിക്കാറ്റ് അത് അതിതീവ്ര സ്വഭാവത്തോടുകൂടി കര തൊടുകയാണ്. എന്നാൽ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ അതിലേറെ തീവ്രമാണ് ഭരണമുന്നണിയിലെ ചർച്ചകൾ. ആ മുന്നണിയിലെ ചർച്ചകൾ എന്താണ് എന്നതാണ് ഇന്ന് നേരം വൈകുന്നേരത്തിൽ ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്തൊന്നുമില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം എന്ത് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിവുണ്ട്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ പങ്കാളികൾ ആയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഭരണമുന്നണിയിൽ വലിയ തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ നിലനിൽക്കുന്നത്. അതാകട്ടെ CPIയുടെ ഭാഗത്ത് നിന്നാണ്. ഭരണമുന്നണിയിലെ CPIM കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയാണ്. എന്തായാലും CPI നിലപാട് കടുപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിലപാട് കടുപ്പിച്ചാൽ CPI ഏതറ്റം വരെ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ CPI സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കാവുന്നത് മന്ത്രിമാരെ പിൻവലിക്കുക എന്നതാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ആണ് കേരളം എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ മുന്നണിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി അവരുടെ മന്ത്രിമാരെ പിൻവലിച്ചാൽ അത് മുന്നണിക്ക് ദോഷം ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കും. രാഷ്ട്രീയ എതിരാളികൾ അതിനെ ആയുധമാക്കി മാറ്റുകയും ചെയ്യും. പക്ഷേ CPI ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. മന്ത്രിമാരെ രാജിവെപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതീതിയെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ ഇപ്പോഴും CPIക്ക് സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഭരണമുന്നണിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇത്രയും അധികം കാലം ആ വിഷയം ചർച്ച ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാകാറില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും CPIM എടുക്കുന്ന തീരുമാനത്തോട് മറ്റ് ഘടകകക്ഷികൾ പൊരുത്തപ്പെട്ടു പോവുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണം ആണ് ഇപ്പോൾ CPI ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം വിഷയത്തെ ഗൗരവതരം ആക്കുകയാണ്. CPIയുടെ ബഹിഷ്കരണ പ്രഖ്യാപനത്തിനിടെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം രാവിലെ 10 മണിയിൽ നിന്ന് വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതായത് അനുനയ നീക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള MA ബേബി അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് അവർ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഏത് വിധേനയും CPIയെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങളെല്ലാം തുടരുന്നുണ്ട്. പക്ഷേ CPI ഇപ്പോഴും അനുകൂലമാകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. CPI കടുത്ത നിലപാട് തുടരുന്നതിനിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന പ്രതീക്ഷ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി ഇന്ന് പങ്കുവച്ചത്. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ് എന്നും നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നും ശിവൻകുട്ടി പ്രതികരിക്കുകയുണ്ടായി. ഞാൻ മറുപടി അതിനെപ്പറ്റി സംബന്ധിച്ചോട് ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ അത് ചർച്ച എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതായത് മന്ത്രി തന്നെ പറയുകയാണ് അദ്ദേഹത്തിന്റെ തലത്തിലല്ല ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ചർച്ചകൾ വലിയ തോതിൽ മുന്നണിക്കകത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, സർക്കാരിനുള്ളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് അത് വസ്തുതാപരവുമാണ്. പ്രത്യേകിച്ച് CPIM-നെ പോലെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം പലപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനൊക്കെ അപ്പുറത്ത് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏകാധിപത്യ ഭരണം ആണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം അടക്കം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായും CPIM തന്നെയാണ്. പലപ്പോഴും നമ്മൾ പാർലമെന്റിൽ തന്നെ CPIM-ന്റെ ജനപ്രതിനിധികൾ എംപിമാർ അതിരൂക്ഷമായ ഭാഷയിലൊക്കെ സർക്കാരിനെ വിമർശിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ ഒന്ന് എന്നത് വിഷയം പഠിക്കാൻ അവസരം നൽകുന്നില്ല
മോദി സർക്കാർ എന്നുള്ളതാണ്. ഒരു ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ സമയം നൽകാതെ, അതിൽ അംഗങ്ങൾക്ക് പഠനം നടത്താൻ സാധിക്കാതെ, ഡിബേറ്റിൽ പങ്കെടുക്കാൻ പറ്റാതെയാണ് നരേന്ദ്രമോദി സർക്കാർ പല ബില്ലുകളും പാസ്സാക്കുന്നത് എന്ന വിമർശനം ഉന്നയിക്കുന്ന അതേ പാർട്ടി തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്താതെ, കൃത്യമായ പഠനങ്ങൾ നടത്താതെ, ചുരുങ്ങിയ പക്ഷം സ്വന്തം മുന്നണിയെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ ഇങ്ങനെ ഒരു നീക്കവുമായി പോകുന്നത്. അത് തന്നെയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ വിമർശനങ്ങളിൽ ഊന്നി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. അതായത് CPI മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. ഒരു ഭാഗത്ത് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഭരണത്തെ ബാധിക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് CPIയുടെ മന്ത്രിമാർ. ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. ഭരണത്തിനും ബാധിക്കില്ല. അതിലേക്കൊന്നും എത്തിയില്ലല്ലോ. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നം സംഭവിക്കില്ല. അത് ഇപ്പം പോയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ? അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറും. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ അതിൽ തടസ്സമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ കൂടുതലായിരുന്നല്ലോ. കൃഷിമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും പ്രതികരണങ്ങൾ ആണ് നമ്മൾ കേട്ടത്. സ്വാഭാവികമാണ്, ഒരു കൂട്ടുത്തരവാദിത്വം എന്ന നിലയിൽ ഇത്തരത്തിൽ പ്രതികരിച്ചു പോകാനേ മന്ത്രിമാർക്ക് സാധിക്കും. പക്ഷേ ഇതേ മന്ത്രിമാർ അറിഞ്ഞില്ല ഈ PM ശ്രീ പദ്ധതിയിൽ ഭാഗമാകുന്നത് എന്നതാണ് അങ്ങേയറ്റം ഗുരുതരമാകുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭയിലടക്കം CPIയുടെ മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും PM ശ്രീക്ക് കൈ കൊടുക്കുന്ന കാര്യം CPIM മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നും പറഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ഇതൊക്കെയാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം അല്ലെങ്കിൽ പ്രതികരണമെങ്കിൽ പോലും CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഭിന്നസ്വരം ആണ് ഉള്ളത്. അദ്ദേഹം ഇതുപോലെ പറയാൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്ന് കൃത്യമായൊരു മറുപടി നൽകാൻ തയ്യാറായില്ല എന്നത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാമോ ഈ വിഷയത്തിൽ? രുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. അല്ല എങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ സ്ട്രോങ് ആയി വന്നുകൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. പലപ്പോഴും ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കൾ അത്തരത്തിൽ പ്രതികരിക്കാറുണ്ട് എന്നത് മാത്രവുമല്ല, CPI തന്നെ സ്വയം അവകാശപ്പെടുന്നത് മുന്നണിയിലെ തിരുത്തൽ ശക്തിയായാണ് ഞങ്ങൾ വർത്തിക്കാറുള്ളത് എന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാട് എന്ത്, അതിൽ നിന്ന് അതിനോട് യോജിക്കില്ല എന്ന് പറയുമ്പോൾ പോലും യോജിക്കുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് CPIയുടെ മറുപടി എന്ന സ്വാഭാവികമായൊരു ജനങ്ങൾക്കുണ്ടാകും. അത് രാഷ്ട്രീയ കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ബിനോയ് വിശ്വത്തിന് സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത്തരമൊരു പശ്ചാത്തലത്തെ രാഷ്ട്രീയം ആയുധം ആക്കാൻ പോകുന്നത് രാഷ്ട്രീയ എതിരാളികൾ ആയിരിക്കും. അവിടെ കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാട് എന്നത് PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതിൽ ചേരുന്നതിൽ തെറ്റില്ല എന്നുകൂടി ആണ്. കാരണം പല സംസ്ഥാനങ്ങളും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി തന്നെ നിലകൊള്ളുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അതിനെ ശക്തിയുക്തം എതിർക്കാൻ സാധിക്കില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾക്ക് ഇടമില്ല. കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. അവിടെ PM ശ്രീ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഈ പദ്ധതികൾ രണ്ട് തരത്തിൽ ആണ് ഉള്ളത്. അതിൽ ചില പദ്ധതികൾ ഈ സംസ്ഥാനത്തിന് ഗ്രാൻഡായി നൽകുന്ന പദ്ധതികളിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ചില ഫണ്ടുകൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകാം. അതായത് അവർ പറയുന്നത് പോലെ തന്നെയുള്ള പ്രവൃത്തികൾ സംസ്ഥാന സർക്കാരുകൾ ചെയ്താൽ മാത്രമേ ആ ഫണ്ടുകൾ ഗ്രാൻഡായി അനുവദിക്കുകയുള്ളൂ. ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിന് കൃത്യമായി ചട്ടങ്ങളോടെ നിബന്ധനകളോടെ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധകമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമാകുന്ന പ്രതികരണം ഉണ്ടാകും. BJPയുടെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ABVP അടക്കം അതിൽ സംസ്ഥാന സർക്കാരിനെയൊക്കെ അഭിനന്ദിക്കുന്ന സമീപനം ആണ് എടുത്തത്. പക്ഷേ അവിടെയും ഒരു രാഷ്ട്രീയ കണ്ണ് സ്വാഭാവികമാണല്ലോ BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന്. ആ കണ്ണ് മറ്റൊന്നുമല്ല, ഭരണമുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഭരണമുന്നണിക്കകത്ത്
CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയേട്ടൻ മനോഭാവമുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണവും മാതൃകയുമാണ് ഇപ്പോഴത്തേത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI-യെ പോലും അറിയിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് കൂട്ടുത്തരവാദിത്തം, എന്ത് മന്ത്രിസഭ, മറ്റു മന്ത്രിമാർക്കൊക്കെ എന്ത് റോൾ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് പോയിരിക്കുന്നു സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPI-യും എന്നാണ് പറയുന്നത്. അതായത് ഇടതു മുന്നണി വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. CPM ഇപ്പോൾ ഒരു വലിയ ഊരാക്കുടുക്കപ്പെട്ടിരിക്കുകയാണ്, ഇടതുമുന്നണിയാകെ. അതിനുള്ള കാരണം അവര് നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ്. അവര് കാടടച്ച് വെടിവെച്ചു. NEP വന്നപ്പോ കാടടച്ച് വെടിവെച്ചു, കള്ളപ്രചരണം നടത്തി. ആ പ്രചരണം മത്സരബുദ്ധിയോടെ CPI-യും CPM-ഉം എടുത്തു. ഇപ്പൊ അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. CPI-ക്ക് വൈകിപ്പിക്കാം, നീട്ടിവെക്കാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. വൈകിപ്പിക്കാമായിരിക്കും 2-3 മാസം, പക്ഷെ കേരളം എന്തായാലും ഇത് നടപ്പാക്കേണ്ടി വരും. ഇതാണ് BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം. കേരളം എന്തായാലും ഇത് നടപ്പിലാക്കേണ്ടതായി വരുമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് സർക്കാർ അധികാരത്തിലേറിയാൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും എന്നാണ്. മാത്രമല്ല കോടിക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കേരളത്തിനും അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ ലഭിക്കും. അത് വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെലവഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ചില സ്റ്റാൻഡേർഡുകൾ, അതായത് കേന്ദ്രം അനുവദിക്കുന്ന ചില സ്റ്റാൻഡേർഡുകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയരുകയും ചെയ്യും എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത്. അതേസമയം CPI-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുകയും അതേസമയം പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെയും നിരവധി തവണ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. സ്വാഭാവികമായും ഓർമ്മയുണ്ടാകും. സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ച കാലഘട്ടത്തിൽ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു എന്ന് മാത്രമല്ല, ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ അത്രമേൽ വലിയ പ്രതിഷേധങ്ങളാണ് നടത്തിയത്. മാത്രമല്ല സഖാവ് പുഷ്പനെയൊന്നും CPM-കാർക്ക് പോലും മറന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയായി CPM നിലനിർത്തിക്കൊണ്ടുവന്നിരുന്നു, സംരക്ഷിച്ചു വരികയും ഒക്കെ ചെയ്തതാണ്. അവിടെയും സ്വാശ്രയ കോളേജിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് ആ നിലപാടിൽ നിന്ന് മാറുന്നു. നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നു. ഇപ്പോഴും MV ഗോവിന്ദൻ ഏതാണ്ട് സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അതായത് സർക്കാരിന് CPM-ന്റെ എല്ലാ നയങ്ങളും പോളിസികളും പിന്തുടരാൻ സാധിക്കില്ല. കാരണം സർക്കാർ എന്ന സംവിധാനത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അല്ലാതെ പാർട്ടി തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുക എന്നതല്ല സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ജനക്ഷേമം, ജനങ്ങളുടെ നന്മ എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം നടപ്പിലാക്കുക എന്നത്, അതായത് CPI-എം പറയുന്ന എല്ലാം നടപ്പിലാക്കുക എന്നത് അസാധ്യമാണ് എന്നതാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം. CPM-ന്റെ ഔദ്യോഗികമായ പ്രതികരണം സ്വാഭാവികമായും MV ഗോവിന്ദന്റെ പ്രതികരണം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പ്രതികരണം ആണ് CPI-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരവുമുണ്ട്. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57-ലെ സഖാവ് EMS-ന്റെ ഗവൺമെൻറ് ആദ്യമായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്. അങ്ങനെയാണ് MV ഗോവിന്ദൻ സഖാവ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയും ശൈലിയും ഒക്കെയാണ്. അദ്ദേഹം താത്വികമായ പല കാര്യങ്ങളും അപഗ്രഥിക്കും, അതിനെ ചരിത്രത്തിൻ്റെ കൂട്ടുപിടിക്കും. അങ്ങനെ ഇന്നലകളിൽ
എതിർത്തതിനെ ഇന്ന് പിന്തുണയ്ക്കുമ്പോൾ അതിനൊരു ന്യായീകരണം സൃഷ്ടിച്ചെടുക്കും. രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ്. അതിന് നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പല പദ്ധതികളും ഇപ്പോൾ ഇതാ ദേശീയപാത വികസനവും ഒക്കെയായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ദൈനംദിനം കാണുന്നതാണ്. പലയിടത്തും പല ഫ്ലെക്സുകളും ഒക്കെ പതിച്ചത് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ദേശീയപാതയ്ക്ക് വീതി കൂട്ടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് നമുക്ക്. അതിൽ എല്ലാ പാർട്ടികൾക്കും ഒരേ സ്വരം തന്നെയായിരുന്നു. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ. അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. സാധാരണ ഏതൊരു സംസ്ഥാനവും അവരുടെ വികസനത്തിന് വേണ്ടി വീതി കൂട്ടണം ദേശീയപാതയുടേത് എന്നാണ് ആവശ്യപ്പെടാറുള്ളത് എങ്കിൽ കേരളം മാത്രം അതിവിചിത്രമായൊരു നിർദ്ദേശം നൽകിയിരുന്നു. ദേശീയപാതയ്ക്ക് വീതി കൂട്ടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിച്ചിരുന്നവർ ഇപ്പോൾ അത് തിരുത്തുകയാണ്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. ആ ദേശീയപാതയിൽ മേലുള്ള അവകാശ തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അധികാരത്തിലേക്ക് വരുന്നത് UDF ആയിരിക്കുമോ അല്ലെങ്കിൽ LDF ആയിരിക്കുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഈ PM ശ്രീയെ എതിർക്കുന്നവർ ചിലപ്പോൾ അനുകൂലിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ UDFന്റെ ഒരു പൊതു നിലപാട് എന്നത് ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കാൻ മറ്റ് ഘടകകക്ഷികൾ നിർബന്ധിതരാകും. അതിലേറ്റവും ശക്തമായ എതിർപ്പ് ഉയർത്താൻ പറ്റുന്നത് മുസ്ലിം ലീഗിന് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ PM ശ്രീ പദ്ധതി എന്നത് കാവ്യവൽക്കരണം ആണ് എന്ന് പറയുന്നത്. അതായത് ചരിത്രത്തെ തെറ്റായി എഴുതുന്നു, ഇതുവരെയുള്ള ചരിത്രത്തെ മാറ്റി നിർത്തുന്നു. ഇതുവരെയുള്ള നമ്മുടെ പാഠ്യപദ്ധതികൾ എന്നത് ഭരണഘടനാനുസൃതത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത് എങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പാഠ്യപദ്ധതികൾ എന്നത് ഹിന്ദുത്വയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അത്തരം വിഷയങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിൽ ഏറ്റവും പ്രധാനമായും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കാവ്യവൽക്കരണത്തിനുള്ള പാത തുറന്നു കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വിമർശനം ആണ് ഉന്നയിച്ചത്. മാത്രവുമല്ല ചില ചോദ്യങ്ങൾ കൂടി മുസ്ലിം ലീഗ് ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നടക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് PM ശ്രീ പദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിയമവിദഗ്ധരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 തരം ഗ്രാൻറ്റുകളുണ്ട്. ഒന്ന് നിർബന്ധിതമായ ഗ്രാൻറ്റുകൾ ആണ്. അത് കേന്ദ്ര സർക്കാരിന് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആർട്ടിക്കിൾ 282 അത് കൃത്യമാണോ എന്നറിയില്ല, 275 282 എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആ 282 അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകളിൽ കൃത്യമായ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഒക്കെ നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ആ ചട്ടം അനുസരിച്ചാണ് PM ശ്രീ പദ്ധതി എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും മുസ്ലിം ലീഗ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അടിമുടി വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ തമിഴ്നാടിനെ പോലെ ഈ വിഷയത്തിൽ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. ഇന്ത്യയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം യങ്, കുട്ടികളെ കണ്ടുപിടികൂടുക. എന്നിട്ട് എന്ത് ചെയ്യാം? സഫ്രോണൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി കഴിഞ്ഞു. റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ സ്വാതന്ത്ര്യമായി. NCERT അങ്ങനെ വന്നു, UGC വന്നു, മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് NP 2020. അതിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട്. അതിന് പകരം ചെമ്പട്ട് പരവതാനി വിരിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കേണ്ട വിധത്തിലുള്ള ഒരു സമീപനമാണ്. അത് കാപ്പറ്റിയുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, അവർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ ഘടകകക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും തെറ്റായിട്ട് നയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഇത്ര ശക്തമായിട്ട് എതിർപ്പുകളുള്ളത്. അവർ യഥാർത്ഥം ചെയ്യുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അവരെ ഫാസിസ്റ്റ് പ്രവണത വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയത്. ഈ ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ അംഗമായി അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിക്ക് കൈകൊടുത്തതിനെ ABVP പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ അതിനെ എതിർക്കുകയാണ്. സാധാരണ ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കേണ്ടത് SFI ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ SFI അങ്ങനെ വലിയ പ്രതിഷേധത്തിലൊന്നും ഇല്ല. സർക്കാരിനെ അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറണമെന്നൊരു അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. എപ്പോഴും SFI പറയുന്നത്, SFIക്ക് അങ്ങനെ CPIയുമായി അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്നവരാണ്, ഞങ്ങൾ അവിടെ നീതിയുക്തമായ തീരുമാനമല്ല എങ്കിൽ ആർക്ക് നേരെയും പ്രതിഷേധമൊക്കെ ഉയർത്തുമെന്നാണ്. പക്ഷേ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. അത് SFIക്കും അറിവുള്ളതായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ അത്തരം വലിയ പ്രതിഷേധങ്ങളെയൊക്കെ കാണാത്തത്. പക്ഷേ AISF
AEYF അത് രണ്ടും CPIയുടെ വർഗ ബഹുജന പോഷക സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൽ നിന്ന് ഇന്നും അവർ പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇന്ന് സംയുക്തമായി AYFിൻ്റെയും അതോടൊപ്പം തന്നെ ASFിൻ്റെയും സംയുക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കോട്ടയം പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധക്കാർ പോലീസിന്റെ ബാരിക്കേഡൊക്കെ മറികടക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് പ്രവർത്തകർ പിന്മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിശക്തമായ പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ASFിൻ്റെയും AYFിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുക തന്നെയാണ്. ഈ പ്രതിഷേധങ്ങൾ എത്ര കനത്താലും നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് ഇനി CPI ആണ്. CPIയുടെ ഉന്നതതല യോഗങ്ങൾ ചേരാനിരിക്കുന്നതേയുള്ളൂ. ആ യോഗത്തിന് ശേഷമായിരിക്കും CPI നിലപാട് പറയുക. ആ നിലപാട് എന്തായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നത് പോലെയുള്ള അതിശക്തമായ നീക്കത്തിലേക്ക് CPI പോകുമോ? അതിനപ്പുറത്ത് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനം ആയിരിക്കുമോ CPI സ്വീകരിക്കാൻ പോകുക? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ തീവ്ര രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതും ഭരണമുന്നണിയിലേത്. അടുത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള തർക്കമാണ് ഭരണമുന്നണിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ ചില തീവ്ര നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. അതിലും രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് തുടങ്ങി വെച്ചതാകട്ടെ നമുക്ക് രാഹുൽ ഗാന്ധിയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത്തരമൊരു വാർത്തകൾക്ക് തുടക്കം കുറിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. അതങ്ങനെ വെറുതെ പങ്കുവെക്കുകയൊന്നും ആയിരുന്നില്ല രാഹുൽ ഗാന്ധി ചെയ്തത്. ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഒരേ പേരിൽ തന്നെയുള്ള ആളുകൾ വ്യത്യസ്തമായ ബൂത്തുകളിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ സംബന്ധിച്ച്, ഒരു വീട്ടു നമ്പറിൽ തന്നെ 20-30 വോട്ടർമാർ ഉണ്ടായതിനെ സംബന്ധിച്ച്, അങ്ങനെ ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP വിജയിച്ചത് എന്നത് സംബന്ധിച്ച ഒരു പിക്ചർ ആയിരുന്നു രാഹുൽ ഗാന്ധി നൽകിയത്. ഇങ്ങനെ നിരവധിയായ ഇരട്ട വോട്ടുകൾ ഉണ്ട്. ഈ വോട്ടുകളൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് അധികാരത്തിലെത്താൻ BJPക്ക് സാധിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ എന്ന കണക്കുകൾ വിശദീകരിച്ചപ്പോൾ അതിനെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തത്. അത്തരം രീതികൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനെ ഇരട്ട വോട്ടർമാർ എന്നതൊന്നും ഇല്ല. അതുമാത്രമല്ല ഏറ്റവും സുതാര്യമായി തന്നെയാണ് ഈ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. മാത്രമല്ല ഈ ബൂത്ത് ഏജന്റുമാർ ഒക്കെ ഉണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, അവരൊക്കെ എവിടെയായിരുന്നു ഈ പേരുകൾ ചേർക്കുന്ന സമയത്ത്? അതിനുശേഷം ഒരു കരട് പട്ടിക സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇങ്ങനെ കൂടുതൽ വോട്ടർമാർ ഉണ്ടോ, അനർഹർ ഇടം നേടിയിട്ടുണ്ടോ, മരിച്ചുപോയവർ പട്ടികയിലുണ്ടോ, പ്രവാസികളായിട്ടുള്ളവരുണ്ടോ, സ്ഥലം മാറിപ്പോയവരുണ്ടോ, ഇതൊക്കെ കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഘട്ടത്തിലൊന്നും പരിശോധന നടത്താതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട ശേഷമാണോ ഇങ്ങനെ ഒരു ഡേറ്റ പങ്കുവെക്കുന്നത് എന്ന ചോദ്യമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചത്. പക്ഷേ എന്ത് തന്നെയാണ് എങ്കിലും വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്ത്യയുടെ പാർലമെന്റിലടക്കം ഈ വിഷയം പലപ്പോഴായി ഉന്നയിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇത് ചർച്ചയായി ഏറ്റെടുത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബീഹാറിൽ അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലടക്കം ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണവുമൊക്കെ ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്രമായ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ രാജ്യവ്യാപകമായ
SIR-ന് തുടക്കമായിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം മാത്രമല്ല തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നവംബർ 2-ാം തീയതി MK സ്റ്റാലിൻ സർവകക്ഷി യോഗം തമിഴ്നാട്ടിൽ വിളിച്ചു ചേർത്ത പശ്ചാത്തലമുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാൾ ആണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാനും വിമർശിക്കുന്നത്. ISR നടപ്പാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളി എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും ഈ പ്രക്രിയ ഉടനടി നടപ്പിലാക്കിയേ പറ്റൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതിനെ സംശയത്തോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കളക്ടർമാരുടെ യോഗം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ ആണ് ഈ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാളെ നടക്കാൻ പോകുന്നുണ്ട്. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേരുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതിനിടയിലാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രതിസന്ധിയിലാകുന്നത് ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ജാഗരൂകരാകേണ്ട, അതോടൊപ്പം തന്നെ ഈ പ്രക്രിയയുടെ ഭാഗമാകേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കൂടി ഭാഗമാകുന്നത്. അപ്പോൾ ഏതാണ്ടൊരു ഇരട്ട ജോലിയിലേക്ക് ഇവർ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു സമ്മർദ്ദമുണ്ടാകും. സ്വാഭാവികമായും അവിടെ പിഴവുകൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ, മറുഭാഗത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ. ഇത് മാധ്യമപ്രവർത്തകരടക്കം ചോദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരുന്നു. ഇത് ബാധിക്കില്ല. കമ്മീഷൻ പറയുന്നത് ഇത് രണ്ട് പ്രക്രിയയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കോൺഗ്രസും അതോടൊപ്പം തന്നെ CPI-ഉം ഇപ്പോഴത്തെ ഈ നീക്കത്തെ എതിർക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. പക്ഷേ അതിനെ പൂർണ്ണമായും അങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. കാരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് അത് കൂടുതൽ മികവുറ്റ ഒന്നാക്കി വോട്ടർ പട്ടികയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്നത് ബീഹാറിലെ കാര്യം തന്നെയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക വന്നതിന് ശേഷം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായപ്പോൾ ഏതാണ്ട് 65 ലക്ഷത്തോളം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവർ ഉണ്ട്. ഒന്നിലധികം വോട്ടുകൾ, അതായത് വ്യത്യസ്തമായ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ലിസ്റ്റിൽപ്പെട്ടവർ ഉണ്ട്. സ്ഥലം മാറിപ്പോയവരുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന മാസങ്ങളായി ഈ സ്വദേശത്ത് ഇല്ലാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ പേരുകളാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ കള്ള വോട്ടായി മാറുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 65 ലക്ഷം വോട്ടർമാരെ മാറ്റി നിർത്തുമ്പോൾ അതിൽ കുറേയൊക്കെ വോട്ടർമാർ അത് അർഹരല്ലാത്തവരാണ്. അതേസമയം ഇതിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്നത് 2002 പട്ടികയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിലുണ്ട്. അതിൽ പേരുകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പ്രതിസന്ധിയൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പേരുകൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ചിലപ്പോൾ വോട്ട് ചെയ്തവർ ആയിരിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തവർ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ പട്ടികയിൽ പേരില്ല എങ്കിൽ ഒരു പുതിയ വോട്ടർ എങ്ങനെയാണോ രേഖകൾ സമർപ്പിച്ച വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത്, അതുപോലെ രേഖകൾ സമർപ്പിക്കേണ്ട ഒരു ആവശ്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ല എങ്കിൽ നിങ്ങളുടെ പേര് 2002 പട്ടികയിലുണ്ടാകണം. അതായത് 10-20 വർഷമായി എന്നുള്ളതാണ്. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പട്ടികയിൽ പേരുണ്ട് എങ്കിൽ ഇപ്പോഴും വോട്ട് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ പേരില്ല എങ്കിൽ പുതുതായി എങ്ങനെയാണോ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത് അതുപോലെ
വർഷങ്ങളായി കാലങ്ങളായി വോട്ട് ചെയ്തവർ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJP ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. BJP ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ടാണ് കോൺഗ്രസും CPM ഒക്കെ ഇതിനെ എതിർക്കുന്നത് എന്ന് കൂടി BJP പറയുകയാണ്. അതായത് വ്യാപകമായി കള്ളവോട്ടുണ്ട് നിലവിൽ, അതധികവും ചേർക്കുന്നത് CPM ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചെറിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത് എന്നാണ് BJP പറയുന്നത്. വ്യാജ വോട്ടുകൾ ഇല്ലാത്തവർ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് LDF-ഉം UDF-ഉം ഭയപ്പെടുന്നത്? തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ, വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ? കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്കാതെ വരുമോ? ഈ ഒരു വേവലാതിയാണ് LDF-നെയും UDF-നെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒരു പൗരനും, കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല. ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ സ്ഥലം മാറ്റങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അറിവോടുകൂടിയാണ് നടപ്പിലാക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമൊക്കെ ആകുന്ന ആളുകൾ അത് ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർക്കുമൊക്കെ രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ രാഷ്ട്രീയം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കും ഈ ഉദ്യോഗസ്ഥർ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അറിവോടെയൊക്കെ ആയിരിക്കണം സ്ഥലം മാറ്റം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകിയതിൽ വിവാദം നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. 17 ജില്ലാ മജിസ്ട്രേറ്റുമാർ ഉൾപ്പെടെ 235 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയത് എന്നുള്ളതാണ്. ഈ നടപടിയിൽ BJP മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. കമ്മീഷന്റെ അനുമതിയില്ലാതെയാണ് ഈ സ്ഥലം മാറ്റങ്ങൾ നടത്തിയത് എന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥലം മാറ്റങ്ങളെല്ലാം റദ്ദാക്കണം എന്നുമാണ് BJPയുടെ ആവശ്യം. വളരെ പ്രധാനപ്പെട്ട യോഗം എന്നത് നാളെ രാഷ്ട്രീയ പാർട്ടികളുടേതാണ്. അതുകൊണ്ട് തന്നെ SIR-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്ത്, ഏത് തരത്തിലായിരിക്കും കോൺഗ്രസും CPM-ഉം എതിർപ്പ് അറിയിക്കുക എന്നതുകൂടി നമുക്ക് നാളെ അറിയാം. തുടക്കത്തിൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ തീവ്രമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. രണ്ടാമത് നമ്മൾ എടുത്തത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന തീവ്ര ചുഴലിക്കാറ്റ് അത് കര തൊടാൻ തയ്യാറെടുക്കുകയാണ്. ആന്ധ്ര ഒഡീഷ തീരങ്ങൾ ഇപ്പോൾ തന്നെ കനത്ത ജാഗ്രതയിലാണ്. അതിൻ്റെ തീവ്രതയിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും ഈ മോന്ത എന്ന പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോന്ത എന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. മുഖം എന്നതിനൊക്കെ നമ്മൾ പ്രാദേശികമായി പറയുന്ന ഒരു വാക്കാണ് മോന്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിളിൽ ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്തത് ഈ മോന്ത എന്നത് എന്ത് എന്നതാണ്. അതിപ്പോൾ സെർച്ച് ചെയ്തവർക്കേ അറിയാവുള്ളൂ അവരെന്തിനു വേണ്ടിയാണിത് സെർച്ച് ചെയ്തത് എന്നത്. ഒരു പക്ഷേ മോന്ത എന്ന ചുഴലിക്കാറ്റിൻ്റെ തീവ്രത എന്ത് എന്നറിയുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടിയായിരിക്കും. ഈ ചുഴലിക്കാറ്റ് എവിടെയാണ് അടിക്കാൻ പോകുന്നത് എന്നത് അറിയുന്നതിന് വേണ്ടിയായിരിക്കാം. അതല്ല എങ്കിൽ ഈ മോന്ത എന്ന പേര് എങ്ങനെയാണ് വന്നത് എന്നത് അറിയുന്നതിന് വേണ്ടി ആയിരിക്കും. അതൊരു കൗതുകകരമായ കാര്യമാണ്. എന്താണ് ഈ മോന്ത എന്ന പേരിടാൻ കാരണം? അതിനിപ്പോൾ മലയാളത്തിലെ മോന്തയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനുള്ള സാധ്യത പൊതുവെ കാണുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. എന്തായാലും ഈ പേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യമൊന്ന് പോകാം. ഈ ചുഴലിക്കാറ്റിൻ്റെ തീവ്രതയിലേക്ക് വരാം. അതിനു മുമ്പ് വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ന്യൂഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റിയോളജിക്കൽ സെന്റർ അഥവാ RSMC ആണ്. ലോക കാലാവസ്ഥാ സംഘടനയായ WMOയുടെയും ഐക്യരാഷ്ട്ര സഭയുടെ ഏഷ്യ പസഫിക് സാമ്പത്തിക സാമൂഹിക കമ്മീഷന്റെയും മേൽനോട്ടത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പായ IMDയും ചുഴലിക്കാറ്റുകൾക്ക് പേരിടാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതായത് തീരം തൊടാൻ പോകുന്ന ഈ മോന്ത എന്ന പേര് ഇട്ടിരിക്കുന്നത് ഇന്ത്യയല്ല, അത് തായ്ലൻഡ് ആണ് ഇങ്ങനെയൊരു പേര് നൽകിയിട്ടുള്ളത്. മോന്ത എന്ന തായ്ലൻഡ് വാക്കിൻ്റെ അർത്ഥം സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാറ്റിനെയാണ്
അവർ സുഗന്ധമുള്ള പുഷ്പം എന്നും മനോഹരമായ പുഷ്പം എന്നുമൊക്കെ പേരിട്ടിട്ടുള്ളത്. പൊതുവെ അങ്ങനെയാണ്. ഇതൊക്കെ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് എങ്കിലും ഒരു മോശം പേരൊന്നും ഈ ചുഴലിക്കാറ്റുകൾക്ക് നൽകാറില്ല. ഇനിയിപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പേര് നൽകുന്നത് എന്ന സംശയം ഉണ്ടാകാം. അതായത് ഈ ചുഴലിക്കാറ്റുകളുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, അത് ക്രോഡീകരിച്ച് വെക്കേണ്ടതുണ്ട്. അത് പിന്നീട് ഈ കാലാവസ്ഥാ പ്രവചനത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിലെ പഠനത്തിന് ഒക്കെ എന്തായിരുന്നു ഈ ഒരുപക്ഷെ ഈ തീരങ്ങളിൽ അടിച്ച ഒരു ചുഴലിക്കാറ്റ്, ആ ചുഴലിക്കാറ്റ് ഏതു വർഷമാണ് ഉണ്ടായത്, ആ ചുഴലിക്കാറ്റിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ലക്ഷണങ്ങൾ എന്തായിരുന്നു, തീവ്രത എത്രയായിരുന്നു, ഇതൊക്കെ ഡേറ്റകളായി സംഭരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പേര് നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് കൃത്യമായ പേരുകൾ നൽകുന്നത്. വ്യത്യസ്തമായ പേരുകൾ നൽകി വ്യത്യസ്തമായ വിവരങ്ങളായി ഈ ചുഴലിക്കാറ്റുകളെല്ലാം ക്രോഡീകരിച്ചു വെക്കാറുണ്ട് എന്നതാണ് ഈ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ. അത് ലോകവ്യാപകമായി തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. 2000 ആണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ മേഖലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് അക്കാര്യം സൂചിപ്പിച്ചു പോകാം. ബംഗ്ലാദേശ്, ഇന്ത്യ, മാലിദ്വീപ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലാൻഡ്, യമൻ, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് ഇപ്പോൾ നമ്മൾ ഈ പേരിട്ടിരിക്കുന്ന മോന്ത പോലെയുള്ള ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. ഓരോ രാജ്യവും 13 പേരുകൾ ആണ് നിർദ്ദേശിക്കുക. ഇങ്ങനെ ആകെ 169 പേരുകൾ ആണ് ലഭിക്കുക. ആ പേരിൽ നിന്നാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങൾക്ക് ഈ പേരിടാനുള്ള അവകാശം ലഭിക്കുമ്പോൾ അത് ആൽഫബറ്റിക് ഓർഡറിൽ ആണ് ഓരോ രാജ്യങ്ങളും അവരുടെയൊക്കെ പേരുകൾ നൽകുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഊഴം തായ്ലൻഡിനായിരുന്നു. അതുകൊണ്ട് തന്നെ തായ്ലൻഡാണ് നിലവിൽ ഈ മോന്ത എന്ന പേര് ഇട്ടിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ ഒക്കെ മറ്റൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ അതിന് പേര് നിർദ്ദേശിക്കുക എന്നത് UAE എന്ന രാജ്യം ആയിരിക്കും. UAE ആയിരിക്കും. കാരണം ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഇനി UAEക്കാണ് അങ്ങനെ പേരിടാൻ സാധിക്കുക. അവർ പേരിട്ട് വെച്ചിട്ടുണ്ട്. ആ പേര് സെൻയാർ എന്നുള്ളതാണ്. അതിനുശേഷം യമനാണ് പേരിടാൻ അവസരം ലഭിക്കുക. അവർ ദിത്വ എന്ന പേരാണ് ചുഴലിക്കാറ്റിന് വേണ്ടി കണ്ടുവച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് കണ്ടുവച്ചിട്ടുള്ളത് അർണാബ് എന്ന പേരാണ്. അതിനുശേഷം പിന്നീട് ഇന്ത്യയായിരിക്കും ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ പേരിടാൻ പോകുന്നത്. നിലവിൽ മുറാസു എന്ന പേരാണ് ഈ ചുഴലിക്കാറ്റ്, വരാൻ പോകുന്ന ആ ചുഴലിക്കാറ്റിന് ഇന്ത്യ നൽകിയിട്ടുള്ളത് എന്നതാണ്. ഇനി എന്തായാലും ഈ പേരുകളൊക്കെ സെർച്ച് ചെയ്തതിൽ പലരും ഇതിൻ്റെ ഒരു കൗതുകം കൂടിയാണ് സെർച്ച് ചെയ്തത് എന്നതുകൊണ്ടാണ് പ്രേക്ഷകരോട് ഇക്കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഏതാണ്ട് 15 മണിക്കൂറിനിടെ 5 ലക്ഷത്തിലധികം ആളുകളാണ് മോന്ത എന്ന പേരിൻ്റെ പ്രത്യേകത എന്ത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ സെർച്ച് ചെയ്തത്. ഒരുപക്ഷെ ഈ പറഞ്ഞപ്പോൾ ഇത് സെർച്ച് ചെയ്ത പലരും ഇത് ഞാൻ പറയുന്ന കാര്യവും കേട്ടിട്ടുണ്ടാവും. അവരൊക്കെ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതും ആയിരിക്കാം. എന്തായാലും അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടിയാണ് മോന്ത ചുഴലിക്കാറ്റ്. കേരളത്തിൽ കാര്യമായൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏതാണ്ട് തീരം തൊടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ആന്ധ്ര തീരത്താണ് ഇപ്പോൾ കനത്ത ജാഗ്രത നൽകിയിട്ടുള്ളത്. ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട് ഈ മേഖലകളിൽ ആയിരിക്കും ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒഡീഷയിലും ആന്ധ്രയിലും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. ഓർക്കുക, സുഗന്ധമുള്ള പുഷ്പം, മനോഹരമായ പുഷ്പം, അത് ആഞ്ഞടിച്ചാൽ അത്ര മനോഹരമൊന്നും ആയിരിക്കില്ല കാഴ്ച എന്നത് തന്നെയാണ് ഓർത്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തീരങ്ങളിൽ നിന്ന്, തീരപ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. മാത്രവുമല്ല, കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ആഞ്ഞു വീശാനുള്ള സാധ്യതയുമുണ്ട് എന്നതാണ്. 60-50 കിലോമീറ്റർ വേഗതയിൽ തന്നെ കാറ്റടിച്ചാൽ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോഴാണ് അതിൻ്റെ ഇരട്ടി വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യത, വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം കേരളത്തിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോന്ത ചുഴലിക്കാറ്റ് എന്തായാലും കേരളത്തെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും പല ജില്ലകളിലും അലർട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ ഉരുൾപൊട്ടലിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ അതിൻ്റെ ദുരന്ത വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാം, ചെറിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാം. അങ്ങനെയുള്ള സാധ്യതകൾ എല്ലാം തന്നെ നിലവിൽ ഉണ്ട് എന്നതാണ്
കേരളത്തിലെ പ്രേക്ഷകരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഉള്ളത്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ അടക്കമാണ് ഈ മഴ കേരളത്തിൽ ശക്തമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണിത്. നേരം വൈകുന്നേരം തുടരും, ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ മലയാളികൾ നമ്മുടെ ചില നേട്ടങ്ങൾ എപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസ മേഖലയും മറ്റൊന്ന് ആരോഗ്യ മേഖലയുമാണ്. ഇനിയുള്ള 2 റിപ്പോർട്ടുകൾ, ആ 2 റിപ്പോർട്ടുകളിൽ ഒന്ന് ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറയാറുണ്ട്. അതുമാത്രവുമല്ല, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരെ കയറ്റുമതി ചെയ്യുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ മികച്ച വിദ്യാഭ്യാസം, അതായത് ഒരു ശരാശരി മലയാളി ഡിഗ്രിയോ അതിന് മുകളിലോ ഒക്കെ വിദ്യാഭ്യാസം നേടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതേസമയം ഇതേ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന ആളുകളും ഉണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കൃത്യമായൊരു പണം കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ നിരവധിയായിട്ടുണ്ട്. അവരുടെ പ്രതിസന്ധികൾ പലപ്പോഴും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറില്ലേ എന്ന സംശയം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അത് പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി പഠനത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു എന്നതുകൊണ്ട് പഠനം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് TC വാങ്ങിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല അങ്ങനെ അഭിമാനത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു മേഖലയാണ് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ. അത് മറ്റാരുമല്ല, ഫീസ് വർധനയെ തുടർന്ന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. താമരശ്ശേരി സ്വദേശി അർജുനായിരുന്നു കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയത്. ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥിയുടെ വിവാദത്തിൽ കഴമ്പില്ല എന്ന നിലപാടാണ് ഈ യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയ തോതിൽ ഈ വിദ്യാർത്ഥിക്ക് സഹായവുമായി നിരവധിയായ ആളുകൾ എത്തിയെന്ന് മാത്രവുമല്ല, നമ്മുടെ സർക്കാർ സംവിധാനവും അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഇത് ഈ കാർഷിക സർവകലാശാല ആണ് എന്നതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ CPI-CPIM തർക്കം PM ശ്രീയുമായി ബന്ധപ്പെട്ട് തർക്കത്തോടു കൂടിയാണ് ഇന്നത്തെ നേരം വൈകുന്നേരം ആരംഭിച്ചത്. ഇതിപ്പോൾ CPIയുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ CPIയുടെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനു മുമ്പ്, ആ പ്രതികരണത്തിന് മുമ്പ്, ഈ തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ ആയിരുന്നു 1ാം വർഷ ബിരുദത്തിന് വേണ്ടി അർജുൻ ചേർന്നത്. പ്രവേശന സമയത്ത് 12,000 രൂപയായിരുന്നു ഒരു സെമസ്റ്ററിന് ഫീസ് എന്നാണ് അർജുൻ പറയുന്നത്. അങ്ങനെയാണ് ഡോക്യുമെന്റുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അർജുൻ അത് കണക്കാക്കിയാണ് ഈ ബിരുദത്തിന് ചേർന്നത്. അതായത് സെമസ്റ്ററിന് 12,000 രൂപ. എന്നാൽ ഇതിന് ശേഷം പുതിയ വിജ്ഞാപനം ഇറങ്ങുകയും അതിനെ തുടർന്ന് ഫീസ് കുത്തനെ ഉയർന്നു. അതായത് ഏതാണ്ട് 3 ഇരട്ടിയായിട്ടാണ് ഫീസ് ഉയർന്നത്. അപ്പോൾ ഹോസ്റ്റൽ ഫീസുണ്ട്, മറ്റനുബന്ധ ചെലവുകളുണ്ട്. ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിൽ അധികം ഫീസ് നൽകണം താൻ പഠിച്ചിറങ്ങണമെങ്കിൽ എന്നതാണ്. അതായത് 1.5 ലക്ഷം രൂപ വെച്ച് ആദ്യ വർഷം, 2ാമത്തെ വർഷമാകുമ്പോൾ അത് 3 ലക്ഷമാകും, 3ാമത്തെ വർഷമാകുമ്പോൾ അത് 4.5 ലക്ഷമാകും. അങ്ങനെ വലിയ ഭാരിച്ച തുക, അതിനുള്ള ശേഷി തനിക്കില്ല. അതുകൊണ്ടാണ് താൻ ഈ TC വാങ്ങിയത് എന്നതാണ് അർജുൻ പറഞ്ഞത്. ആദ്യം നമുക്ക് അർജുൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മുടെ ചിലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. യെസ്, അതായത് അർജുൻ തന്നെ പറഞ്ഞിരുന്നു അർജുൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശേഷിയില്ല, മറ്റ് വിദ്യാഭ്യാസ ലോണൊക്കെ വേറെ ഉണ്ട്, അത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു തുകയൊന്നും ഇനി ലോണായി എടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അത് വാർത്തയായതോടുകൂടി നിരവധി ആളുകളൊക്കെ അർജുനെ സഹായിക്കാമെന്ന വാഗ്ദാനവുമായി എത്തി. അതോടൊപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പായതുകൊണ്ട് തന്നെ CPIയുടെ മന്ത്രിയായിട്ടുള്ള P. പ്രസാദ് കൃഷിമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ, അതായത് ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കില്ല, യോഗ്യതയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കും എന്നും അടിയന്തരമായി വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കണമെന്ന് ഈ സർവകലാശാലയ്ക്ക് കോളേജിനൊക്കെ നിർദ്ദേശം നൽകി എന്നുമാണ് മന്ത്രി പറയുന്നത്. നമുക്ക് ആ മന്ത്രിയുടെ പ്രതികരണവും കേൾക്കാം. ആ വിദ്യാർത്ഥിയെ അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിനെ തിരികെ കോളേജിൽ പ്രവേശിപ്പിക്കണമെന്നും
സർവകലാശാല അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ആൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണന വരുന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ ഫീസ് അടച്ചല്ല, ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ അല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു, സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ്. സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിന്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ. മന്ത്രി പറയുന്ന കാര്യത്തിൽ നമുക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഫീസ് ഇളവിന് അർഹതയുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 4.5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കേണ്ടതായി വരുന്നത് എന്ന മന്ത്രിയുടെ ചോദ്യമുണ്ട്. അതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം സർവകലാശാല ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത തേടും. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമപ്രകാരമൊക്കെ നമ്മൾ സമീപിച്ചാൽ എന്താണ് നിലവിലെ സ്ട്രക്ചർ, ഏത് തരത്തിലാണ് ആ സ്ട്രക്ചർ മാറിയിട്ടുള്ളത് എന്നൊക്കെ അറിയാം. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ, അവരുടെ രക്ഷിതാക്കൾക്കും ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അർജുൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം സർവകലാശാലയും തള്ളിക്കളയുകയാണ്. സർവകലാശാല VC ഡോക്ടർ B അശോകൻ ആണ് ഇത് പറയുന്നത്. ഫീസ് ഇളവിന് അർഹനായിട്ടുള്ള വിദ്യാർത്ഥി ആണ് അർജുൻ എന്ന് പറയുന്നുണ്ട്. പഠനം ഉപേക്ഷിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകാം എന്നാണ് VC പറയുന്നത്. അത് അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, അയാൾ ഫീ കൺസെഷൻ കാറ്റഗറി അല്ലേ? ഫീ കൺസെഷൻ ഉള്ള കുട്ടിയാണല്ലോ. ഞാൻ പരിശോധിച്ചു, അയാൾക്ക് 1 ലക്ഷം രൂപ ഇൻകം ഉള്ളൂ. അപ്പൊ അയാൾ ചേരുന്ന സമയത്ത് ഫീസ് അടയ്ക്കുകയും അത് ഗവൺമെന്റിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യുകയും ആ സംവിധാനത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. ഇങ്ങനെയാണ് VC പറയുന്നത്. എന്തായാലും അർജുൻ വീണ്ടും പറയുന്നത് ഇതൊന്നുമല്ല പശ്ചാത്തലം. ഇപ്പോൾ തന്നെ നിരവധിയായ കുടിശ്ശികയൊക്കെ ലഭിക്കാനുണ്ട്. അതായത് ഒരുപക്ഷെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് മന്ത്രിയും പറയുന്നുണ്ട്. ആ സീനിയറായ വിദ്യാർത്ഥികളായിരിക്കാം പറയുന്നത് ഈ കുടിശ്ശിക ഉള്ളത് കൊണ്ട് പണം നമ്മൾ കണ്ടെത്തിയില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. സർക്കാർ പണമൊക്കെ നൽകും, പക്ഷേ അതിന് കാലതാമസമുണ്ടാകും. ഇപ്പോൾ തന്നെ വലിയ കുടിശ്ശികയാണുള്ളത് എന്ന് അറിയുന്നു എന്നാണ് അർജുൻ പറയുന്നത്. ഇനി എന്തായാലും ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആ കോളേജിലേക്ക് ഇല്ല എന്നുകൂടി അർജുൻ പറയുകയാണ്. ഈ ഗ്രാൻസ് വഴി തിരിച്ചു കിട്ടുമായിരിക്കും. എനിക്കതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കോളേജിന് TC കഴിഞ്ഞ് ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു എന്താ പറയാ ഒരു ശക്തിയുടെ പ്രേരണ ഉണ്ടെന്നല്ല ഞാൻ അറിഞ്ഞത്. ഞാനൊരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ഈ ഗ്രാൻസിന് ഇറങ്ങുന്നതായിരുന്നു. പക്ഷെ അന്ന് ഈ ഗ്രാൻസിനെ വെച്ചിട്ട് ആ കോഴ്സ് എന്റെ 3 കൊല്ലത്തിനടുത്ത് ആയി. എനിക്കിതുമായിട്ട് ഈ ഗ്രാൻസിന്റെ ഫണ്ട് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിചാരിക്കുന്നത്? യെസ്, അർജുൻ എന്തായാലും ഫീസ് ഇളവിന് അർഹനാണോ അല്ലയോ എന്നതൊക്കെ സർവകലാശാല തീരുമാനിക്കുന്നു. അത് ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ കോളേജുകളിലെ അഗ്രികൾച്ചറൽ, ഫോറസ്ട്രി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിലെ ബിരുദ കോഴ്സുകൾക്ക് വൻതോതിൽ ആണ് ഫീസ് വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. നേരത്തെയുള്ള ഫീസ് ഘടനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 3 ഇരട്ടിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് അധികൃതർ ശ്രദ്ധിക്കേണ്ടത്. ഈ ഫീസൊക്കെ ആനുകാലികമായി വർദ്ധിപ്പിക്കാം, പക്ഷേ ഒരു നിശ്ചിത ഫീസ് നൽകുന്നതോ ഒരു സുപ്രഭാതത്തിൽ 3 ഇരട്ടിയായി അത് മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വൈദ്യുതി നിരക്ക് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ വർധനവും ഇതുപോലെയാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് എന്നുള്ളതാണ്. നമ്മൾ നൽകിയൊരു തുകയിൽ നിന്ന് വലിയ വ്യത്യാസത്തിലേക്കാണ് ഇത് പോകുന്നത്. ഒരുപക്ഷെ ഒരു നിശ്ചിത ശതമാനമൊക്കെ കാലാകാലങ്ങളിൽ ഉയർത്തിയാൽ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഇവിടെ ഇതാ 12,000 രൂപ സെമസ്റ്റർ ഫീ എന്ന് പറയുന്ന ഒരു കുട്ടി വളരെ പെട്ടെന്ന് അത് 3 ഇരട്ടിയിലധികം എന്ന് പറയുമ്പോൾ അത്രമേ വലിയ തുക കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ്. ഇത് കൃത്യമായൊന്നും അറിയിച്ചിരുന്നില്ല, കുട്ടികൾ ചേരുന്ന സമയത്ത് പോലും അറിയിച്ചിരുന്നില്ല എന്ന ആക്ഷേപമൊക്കെയുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സുകൾ തുടങ്ങാനിരിക്കെ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ ഈ ഫീസ് ഘടന അറിഞ്ഞ് കോഴ്സിന് ചേരാതെ പോയി എന്നാണ് പറയുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. നേരത്തെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് SFI മൗനം പാലിച്ചുവെങ്കിലും ഇതിപ്പോൾ CPI നേതൃത്വം നൽകുന്ന വകുപ്പാണല്ലോ ഈ കാർഷിക സർവകലാശാല എന്നത്. അതുകൊണ്ട് അവിടെ പ്രതിഷേധിക്കാൻ SFIക്ക് കൃത്യമായി അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഠനമൊക്കെ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാലയ്ക്കെതിരെ വീണ്ടും സമരം നടത്താൻ കൂടിയാണ് SFI തയ്യാറെടുക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ എന്തായാലും വിദ്യാർത്ഥി പറയുന്നു ഈ സ്കൂളിലേക്ക്, ഈ കോളേജിലേക്ക് ഇനി തിരികെയില്ല എന്ന് പറയുമ്പോഴും അധികൃതർ ഗൗരവത്തോടുകൂടി ഈ ഫീസ് ഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തെ നോക്കിക്കാണട്ടെ എന്ന് മാത്രമേ നമുക്ക് നേരം വൈകുന്നേരത്തിൽ പറയാനുള്ളൂ. വിദ്യാഭ്യാസ മേഖല നമ്മുടെ അഭിമാനമാണ് എങ്കിൽ അതുപോലെ തന്നെ അഭിമാനകരമാണ് നമ്മുടെ ആരോഗ്യ മേഖലയും. പലപ്പോഴും നമ്മൾ സ്വയം പറയുന്നത് നമ്മളുടേത് യൂറോപ്യൻ
നിലവാരത്തിലൊക്കെയാണ് നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത് എന്നതാണ്. വലിയ തോതിലുള്ള ആശുപത്രികൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതായത് ഒരു പ്രദേശത്ത് ആശുപത്രികൾ അധികമാകുന്നു എന്നതിനർത്ഥം അത് ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നു എന്നല്ല, മറിച്ച് ആരോഗ്യ മേഖല മോശമാകുന്നു എന്ന അഭിപ്രായം ഉന്നയിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ ആശുപത്രികൾ വർദ്ധിക്കുകയും അവിടെ ചികിത്സിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നത്. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ആശുപത്രികൾ അധികം ആവശ്യമില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ അസുഖം വന്നാൽ സാമാന്യം ഭേദപ്പെട്ട ചികിത്സയാണ് കേരളത്തിൽ ലഭിക്കാറുള്ളത് എന്നത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ വളരെ മികച്ച സേവനം ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും നല്ല ചികിത്സാ സൗകര്യങ്ങളൊക്കെയാണ് ലഭിക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു വാർത്ത ആണ് ഒരു വീട്ടമ്മയ്ക്ക് അവരുടെ മാറിടം മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിന് എതിരെയാണ് വലിയ തോതിൽ ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. 2024 ജനുവരി 29 തൃശൂർ ജീവ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഷീജ പ്രഭാകരന് ക്യാൻസർ ഉണ്ട് എന്ന് അറിയിക്കുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർ VP ഗംഗാധരനെ സമീപിക്കുന്നു. പരിശോധന ഒരിക്കൽ കൂടി നടത്തണം എന്നായിരുന്നു ഈ ഘട്ടത്തിൽ ഡോക്ടർ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചു. 2024 ജനുവരി 29 ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. പക്ഷേ രണ്ടാമത്തെ പരിശോധന ഫെബ്രുവരി 13 ലഭിക്കുമ്പോൾ ആ ഫലമനുസരിച്ച് ഷീജയ്ക്ക് ക്യാൻസർ ഇല്ല എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ ഈ ഫലം പരിശോധിക്കാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് 17-ാം തീയതി ഷീജയുടെ വലതു മാറിടം നീക്കം ചെയ്തു എന്നാണ് പരാതി. വേദന വന്നിട്ട് ഉടനരഞ്ഞ് പോയി. അവിടെ പോളിട്ട് വന്നപ്പോൾ വന്നിട്ട് കണ്ടു ആളൊരു തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. അതിൻ്റെ അത് വലുതോടനഞ്ച് ആയിരുന്നു. അത് ജീവ ലാബിലായിരുന്നു. അവിടെ നിന്ന് അവിടെ ആ റിപ്പോർട്ടിലാണ് ഇതിൻ്റെ ഡേറ്ററാന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ആ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ധാര കാണാൻ പോയി. ധാരാൻ തന്ന് ധാര കണ്ടു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് പറഞ്ഞു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിയിട്ട് നമ്മുടെ ഓട്ടം എടുത്താൻ വന്നു. അത് കഴിഞ്ഞിട്ട് അത് അവര് എന്തായാലും വൈദ്യശാസ്ത്ര മേഖലയിലെ പിഴവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഒരു വിധി എഴുതുന്നതൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇതിൽ പിഴവ് ആരുടെ ഭാഗത്താണ് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. അവിടെ ഡോക്ടർ ഈ ആരോപണം, കുടുംബത്തിന്റെ ആരോപണം തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്തത് എന്ന് പറയുന്നു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ മാറിടം നീക്കം ചെയ്തത് എന്നുമാണ് ആരോപണ വിധേയനായിട്ടുള്ള ജോജോ വി ജോസഫ് പറയുന്നത്. എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റിലാണ് ഈ രോഗി എത്തുന്നത്. 12-ാം തീയതിയാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടയോ എന്നറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്തെങ്കിലും ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റ് റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. യെസ്, അതായത് ഡോക്ടറുടെ പ്രതികരണം അനുസരിച്ച് ഡോക്ടർ പിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും തൃശൂർ ജീവ ലാബ് 1-ാം പ്രതി, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവരെ 2ഉം 3ഉം പ്രതികളാക്കിയിട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കുടുംബം പറയുന്നത് ഈ പോലീസ് ഇങ്ങനെ കേസെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഡോക്ടറെയും ആശുപത്രിയെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നതാണ്. അങ്ങനെ ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിൽ എടുത്തു പറയേണ്ടത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാനസികമായും ശാരീരികമായും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ രോഗിയെന്ന് നമുക്ക് ടെക്നിക്കലി ഇപ്പോൾ പറയാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം രോഗമില്ലായിരുന്നു എന്നാണല്ലോ ബോധ്യപ്പെടുന്നത്. നേരം വൈകുന്നേരം അവസാനിപ്പിക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരോടും ഓർമ്മിപ്പിക്കാനുള്ളത്, തീർച്ചയായും നമ്മുടെ ആരോഗ്യ മേഖല നമുക്ക് അഭിമാനകരമാണ്. പക്ഷേ ആരോഗ്യം എന്നാൽ ആശുപത്രികളെ സമീപിച്ച് രോഗം മാറ്റുന്നതിൽ അല്ല, രോഗം വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതക്രമത്തെ മാറ്റുന്നതിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.